ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നേക്കുന്ന എന്യൂമറേഷൻ ഫോറം എങ്ങനെ ഫില്ല് ചെയ്യാം എന്നൊന്ന് കാണിക്കാനാണ് കേട്ടോ. അപ്പോൾ അറിഞ്ഞുകൂടാത്തവർക്ക് ഉപകാരപ്പെടട്ടെ എന്ന് പറഞ്ഞാണ് നമ്മൾ ഈ വീഡിയോ കാണിക്കുന്നത്. അപ്പം ആദ്യം തന്നെ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം ഈ ഫോറത്തിൻ്റെ മുകൾ ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വോട്ടർ പേരും മണ്ഡലവും പിന്നെ ക്രമ നമ്പർ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ വട്ടം നമ്മൾ വോട്ട് ചെയ്ത ബൂത്തിൻ്റെ പേരും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് നിങ്ങൾ ആദ്യം ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കണം. അതിനുശേഷം വോട്ടറുടെ ജനന തീയതി ഇവിടെ കൊടുക്കണേ. ഈ ഭാഗത്ത് ഫസ്റ്റ് നമ്മൾ കൊടുക്കേണ്ട വോട്ടറുടെ ജനന തീയതി, പിന്നെ ആധാർ നമ്പർ അറിയാമെങ്കിൽ മാത്രം കൊടുത്താൽ മതി. ഓപ്ഷണലാണ്, കൊടുത്തില്ലെങ്കിലും പ്രശ്നമില്ല. പിന്നെ അതിനുശേഷം തന്നെ മൊബൈൽ നമ്പർ കൊടുക്കണം. നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കണം. അതായത് വോട്ടറുടെ മൊബൈൽ നമ്പർ, പിതാവിൻ്റെയോ രക്ഷിതാവിൻ്റെയോ പേര്, അച്ഛൻ്റെയോ അമ്മയുടെയോ പേര് ഇവിടെ കൊടുത്താൽ മതി. അതിനുശേഷം മാതാവിൻ്റെ പേര്, ഈ പിതാവിൻ്റെ രക്ഷിതാവിൻ്റെ എപ്പിക് നമ്പർ അറിഞ്ഞുകൂടെങ്കിൽ കൊടുക്കണ്ട, അറിയാമെങ്കിൽ അവിടെ കൊടുക്കണേ. മാതാവിൻ്റെ പേര് കൊടുക്കണം, മാതാവിൻ്റെ എപ്പിക് നമ്പർ ഇവിടെ കൊടുക്കണം. പങ്കാളിയുടെ പേര്, അതായത് നിങ്ങളുടെ വൈഫിൻ്റെയോ ഹസ്ബൻഡിൻ്റെയോ പേര് ഇവിടെ കൊടുത്തിട്ട് അവരുടെ ഈ എപ്പിക് നമ്പർ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഐഡൻറ്റിറ്റി കാർഡിൻ്റെ നമ്പറാണ് കേട്ടോ. അപ്പം അതും ഇവിടെ കൊടുക്കണേ. അതിനുശേഷം നമ്മൾ 2002 വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഒരു ലിങ്ക് ഉണ്ട്. ആ ലിങ്കിൽ കയറി നിങ്ങൾ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ കോളത്തിൽ നമ്മൾ ഫില്ല് ചെയ്യണം. അഥവാ ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ ഈ കോളമാണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ ഉൾപ്പെട്ട വ്യക്തികളാണെങ്കിൽ നമ്മുടെ പേര് ഇവിടെ കൊടുക്കണം, നമ്മുടെ എപ്പിക് നമ്പർ അതായത് ഐഡൻറ്റിറ്റി കാർഡ് നമ്പർ കൊടുക്കണം. ബന്ധുവിൻ്റെ പേരിനകത്ത് നമുക്ക് ബ്രദേഴ്സിനെയോ സിസ്റ്റേഴ്സിനെയോ അല്ലെങ്കിൽ ഫാദറിനെ മദറിനെ ആരെ വേണമെങ്കിലും ആഡ് ചെയ്യാം. പിന്നെ അവരുമായിട്ടുള്ള ബന്ധം. ഈ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ആഡ് ചെയ്യുന്ന വ്യക്തി 2022 വോട്ടർ പട്ടികയിൽ പേരുള്ള ഒരു വ്യക്തി ആയിരിക്കണം കേട്ടോ. പിന്നെ ബന്ധം കൊടുക്കണം, ജില്ല, സംസ്ഥാനത്തിൻ്റെ പേര്, നിയമസഭാ മണ്ഡലത്തിൻ്റെ പേര്, പിന്നെ അടുത്ത നിയമസഭാ മണ്ഡലത്തിൻ്റെ നമ്പർ. ഇതൊക്കെ നമ്മുടെ ഈ ഒരു ഭാഗത്തായിട്ടുണ്ട് കേട്ടോ. ഇവിടെ എല്ലാ കാര്യങ്ങളും ഉണ്ട്, ഇതങ്ങ് നോക്കി എഴുതിയാൽ മതി. പിന്നെ അതിനുശേഷം ഭാഗം നമ്പറും ക്രമ നമ്പറും അതും നമ്മുടെ ഈ പേജിൻ്റെ ഫസ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഭാഗം നമ്പർ, ക്രമ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് കണക്ക് ചെയ്യണം. അഥവാ നമ്മൾ 2002 വോട്ടർ പട്ടികയിൽ പേര് വന്നിട്ടില്ല എന്നുള്ള ഒരാളാണെങ്കിൽ ഈ കോളമാണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത് കേട്ടോ. നമ്മുടെ പേര് കൊടുക്കണം, നമ്മുടെ ഐഡൻറ്റിറ്റി കാർഡ് നമ്പർ കൊടുക്കണം, 2002 വോട്ടർ ഐ ഡിയിൽ പേര് വന്ന ഒരു വ്യക്തിയുടെ പേര് കൊടുക്കണം, അവരോടുള്ള ബന്ധുവിൻ്റെ തന്നെ കൊടുക്കണം കേട്ടോ. ബന്ധം, ജില്ല, സംസ്ഥാനത്തിൻ്റെ പേര്, അതാണ് ഭാഗ നമ്പറും ക്രമ നമ്പറും ഒക്കെ ഞാൻ പറഞ്ഞ പോലെ ഇത് ഇവിടെ കിടപ്പുണ്ട്. അത് നോക്കി അങ്ങ് ഫില്ല് ചെയ്താൽ മതി. ലാസ്റ്റ് നമ്മൾ സൈൻ ചെയ്യേണ്ട സ്ഥലം ഇവിടെയാണ് കേട്ടോ. ഇവിടെ സൈൻ ചെയ്തതിന് ശേഷം BLO ഏൽപ്പിച്ചാൽ മതി കേട്ടോ.